ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഹനോവറിൽ നല്ല മഴയൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ എനിക്ക് നല്ല ചൂട് കട്ടൻ ചായയും നല്ല എരിവുള്ള മിക്സറൊക്കെ കഴിക്കാൻ തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വീക്കെൻഡ് ആണ്, ഇതെനിക്ക് വേറെ പ്ലാൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മിക്സർ ഉണ്ടാക്കാം. ഇതിൽ മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് കടലമാവാന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. കടലമാവ് ഞാൻ വാങ്ങിയത് ഡ്യൂസൽഡോർഫിലുള്ള ഏഷ്യൻ അവന്യൂ എന്നാട്ടോ മേടിച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് വേണ്ടത്. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ ഗ്രോസറീസും ഏഷ്യൻ അവന്യൂ തന്നെയാണ് വാങ്ങുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ജെ മാവേലി സ്റ്റോറിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യാണ് ചെയ്യാറ്. ആദ്യം നമുക്ക് കടലമാവ് കുറച്ച് ഇതിലേക്ക് ഇടാം. ഞാൻ ഇങ്ങനെ ഒരു കപ്പിനൊന്നും അളവിൽ എടുക്കുന്നില്ല, എനിക്ക് വേണ്ടത്ര ഞാൻ എടുക്കുകയാണ്. എനിക്ക് അളവ് നോക്കുന്ന പണ്ടേ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇത്ര കടലമാവാണ് എടുത്തേക്കുന്നത്. സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് കുറെ ഉണ്ടാക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അരിപ്പൊടി ഇല്ലല്ലേ? അതെ, അരിപ്പൊടി. കുറച്ച് ക്രിസ്പി ആവാനാണ് നമ്മൾ അരിപ്പൊടി എടുക്കുന്നത്. ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത്. കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി മുളക് പൊടി ആഡ് ചെയ്യാം. ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, അത് ഞാൻ കുറച്ചിടുന്നുണ്ട്. ഇനി കായാണ് ഇടുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുന്നുണ്ട്. ഇതിനൊന്നും അളവില്ല കേട്ടോ. നമുക്ക് അളവില്ലാതെ ഉണ്ടാക്കി നോക്കാം. ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാലോ. എനിക്ക് അളവ് നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് മടിയാ. ഇതിങ്ങനെ മിക്സ് ചെയ്യാം, പക്ഷെ ഒരു കളർ വരുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് കുറച്ചും കൂടി മുളക് പൊടി ഇടാന്ന്. എന്തായാലും എരിവ് എനിക്ക് ഇഷ്ടമാണ്, കുറച്ചുകൂടി മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി എൻ്റെ അടുത്ത് ഉണ്ടാവും, പക്ഷെ നോക്കിയെടുക്കാൻ എനിക്ക് മടിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മുളക് പൊടി തന്നെ ഇടാം. നോക്കാം, ചിലപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കളർ മാറുമായിരിക്കും. ഉപ്പ് കുറവായിരിക്കുമോ? ഇച്ചിരി കിട്ടാലോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുക്കിംഗ്. കടലയുടെ ടേസ്റ്റ് ആണ് തോന്നുന്നത് എനിക്ക്. കടലമാവിന് തന്നെ കടലയുടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അയ്യോ, വെള്ളം നമ്മളിങ്ങനെ എന്താ പറയാ, വെള്ളം കൂടിപ്പോയി തോന്നുന്നുണ്ട്. വെള്ളം ഇങ്ങനെ ഇതാക്കി എടുക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ മാവ് പോലെ കുഴയ്ക്കണം. ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഒഴിച്ച വെള്ളം കുറച്ച് കൂടിപ്പോയി. സാരില്ല, നമുക്ക് കടലമാവ് ഇടാം. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. അതിനുശേഷം ഇത് കുഴച്ച് 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 ഇങ്ങനെ ആക്കണം എന്നാണ് പറഞ്ഞത്. ഇതിന് എനിക്കെന്തോ ഒരു മുറുക്ക കുറവ് പോലെ തോന്നി. അപ്പം ഞാൻ വീണ്ടും അതിനകത്ത് അരിപ്പൊടി ഇട്ടു. അപ്പൊ അതിനകത്ത് ഒരു കളർ ഒരു ചെറിയൊരു വ്യത്യാസം പോലെ തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. ഇങ്ങനെയാണ് എനിക്കിപ്പോ കിട്ടുന്നത്. സെറ്റാന്ന് വിചാരിക്കുന്നത്. നോക്കാം. ഇതിലാണ് നമ്മള് മിക്സർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് സേവനാഴി എന്നൊക്കെ പറയണത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അറിയുന്നത്. വീട്ടിലൊക്കെ മമ്മി പറഞ്ഞു കേട്ടേക്കുന്ന ഇടിയപ്പം അച്ഛനൊക്കെ പറഞ്ഞു കേട്ടേക്കുന്നത്. പക്ഷെ എൻ്റെ വീട്ടിലൊന്നും മിക്സർ ഉണ്ടാക്കണം കണ്ടല്ലോ കേട്ടോ. പക്ഷെ ഉണ്ടാക്കുന്നതിനേക്കാളും ലാഭം നമുക്ക് മേടിക്കുന്നത് തന്നെയാണ്. അതായിരിക്കും മമ്മിയൊന്നും ഉണ്ടാക്കാത്ത. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അവർക്കൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇത് ചുമ്മാ ബോറടിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അടയുന്നില്ലോ കർത്താവ്, ഇതല്ലേ ഇത്. ഓ ഗോഡ്, അതല്ലേ ദൈവമേ. ഇത് ഇങ്ങനെയായിരുന്നു. ഇതിങ്ങനെ നമ്മൾ തിരിച്ച് താഴേക്കാക്കും. ഉപയോഗിച്ച് ശീലമില്ലേ അതുകൊണ്ടാണ്. ഇതില് മുങ്ങി കിടക്കണ അത്ര ഓയിൽ വേണമെന്ന് പറഞ്ഞേ. ഇത് പെട്ടെന്ന് ചൂടാവും ഈ പാൻ. കുഞ്ഞു പാനാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. അവർ ഇതിങ്ങനെ കറക്കി ഇട്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അധികം ഒന്ന് കറക്കി നോക്കാം ഇപ്പൊ എങ്ങനെയാ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ചെറുതായിട്ട് നോക്കാം. ഇല്ല, ഓയിൽ ചൂടായിട്ടില്ല. ഇത് ഇറങ്ങി വരുന്നു. തന്നെ വരുന്നത്. പെണ്ണ ചൂടായി. നമുക്ക് ഇങ്ങനെ ഇടാം. അയ്യോ, ഇങ്ങനെയാണ് തോന്നുന്നു ഗൈസ്. ഇത് നോക്ക്,
വെയിറ്റ് ചെയ്യാം ഇത് റെഡിയാവാൻ. ഇവിടെ കിടന്ന് ഇങ്ങനെ വറക്കുന്നുണ്ട് നൂഡിൽസ് പോലെ. ഞാനിതിലൊരു കുഞ്ഞു പീസ് കടിച്ചു നോക്കിട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് കരിഞ്ഞു തുടങ്ങി. നമ്മൾ നെക്സ്റ്റ് റൗണ്ട് ഇടുവാണ്. അയ്യാ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. നൂഡിൽസ് പോലെ ഇല്ലേ, ഇതെങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളൊരു ബോളാക്കി എടുത്തു. കുറച്ച് വലിയ ബോളാക്കാം, കാരണം പിന്നെ ഇടണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച മാവ് ഒരു ബോളാക്കി. എന്നിട്ട് ഇപ്പൊ എക്സ്പേർട്ടായിട്ടോ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി സക്സസ് ആയപ്പോഴത്തേക്ക് ഇനി ഇതിങ്ങനെ ചുമ്മാ ഇതിനകത്തൊക്കെ തള്ളിയിടാം. ഇനി നമുക്ക് ഇത് വെച്ചൊന്ന് ക്ലോസ് ചെയ്യാം. കൈ കഴുകിയിട്ട് വരാം. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോഴാണ് ഇതിന്റെ ടെക്നിക്ക് മനസ്സിലായി. നമ്മളിത് ഫുള്ളായിട്ട് എടുക്കണം, കുറച്ചല്ല എടുക്കണ്ടേ, മുഴുവൻ എടുക്കണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോവില്ല. തുടക്കത്തിൽ ഭയങ്കര ആവേശമാണെങ്കിലും ഞാൻ മടുത്തു. തുടങ്ങിയപ്പോൾ ഓർത്തു എന്തൊരു ഈസി ഇതൊക്കെ ഉണ്ടാക്കാന്ന്. പക്ഷെ എനിക്ക് മടുത്തു. ഇനി കുറച്ചുകൂടി ഈ മാവ് ബാക്കിയുണ്ട്. ഇതുകൊണ്ട് വല്ല മുറുക്കെങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചു. മടുത്തു ഞാൻ. ഇനി കുറച്ചുകൂടി പരിപാടികൾ ബാക്കിയുണ്ട്. അങ്ങനെ നമ്മുടെ നുറുക്കിന്റെ അച്ച് കെട്ടിയിട്ടുണ്ട്. ഇത് ശബ്ദിന് ബാക്കി നുറുക്കെങ്ങാനും ഉണ്ടാക്കി നോക്കാം. അയ്യാ അതൊക്കെ ഞാൻ ഓർത്തു എന്തൊരു ഈസി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ആൾക്കാർക്ക് എന്തിനാ കടയിൽ നിന്ന് മേടിക്കണമെന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഇത് എളുപ്പമല്ല ഗൈസ്, നല്ല പാടാണ് ഉണ്ടാക്കാനായിട്ട്. ഭേദം നല്ല കഴിക്കാൻ തോന്നുന്നല്ല കടയിൽ നിന്ന് മേടിച്ചില്ല. അല്ലാണ്ട് നല്ല പാടതൊക്കെ ഉണ്ടാക്കാനായിട്ട്. വെറുതെ ഇല്ല മമ്മി ഒന്നും ഇത് ഉണ്ടാക്കി തരാതിരുന്നത്. ഈ ഇടിയപ്പൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ അതൊരു വലിയ പണിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ടേ, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി സംഭവം കൂടെ തീർക്കട്ടെ. മുറുക്കുണ്ടാക്കാം. മുറുക്ക് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ മുറുക്ക് നമുക്ക് റൗണ്ടിൽ കിട്ടില്ല തോന്നുന്നു. ഇതിങ്ങനെ 3 എണ്ണമായിട്ടാണ് വരുന്നത്. നമ്മൾ ഒടിച്ചൊടിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ നുറുക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നുറുക്ക് ഞാനിങ്ങനെ റൗണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ ഇതിങ്ങനെ വരുന്നുള്ളൂ. പോലെയുണ്ട്. നമ്മുടെ നുറുക്ക് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എടുത്തേക്കുന്ന കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, പിന്നെ വേപ്പില, അതുപോലെ തന്നെ വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. ഇത് ചതച്ചിട്ട് ആ എണ്ണയിലിട്ട് തന്നെ വറക്കണം. പിന്നെ പീനട്സ് ഉണ്ട്. പീനട്സ് ഞാൻ വറക്കുന്നില്ല, അത് ഓൾറെഡി റോസ്റ്റഡ് ആണ്. അപ്പൊ ഇത് ഞാൻ ഇതിനകത്തിട്ട് വറുത്തിട്ട് ഒന്നുകൂടി അതിലേക്ക് തന്നെ ഇടും. പിന്നെ കുറച്ച് മസാലകളും കൂടി ഇടാനുള്ളൂ. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നമുക്ക് തീർക്കാം, ഇപ്പൊ തന്നെ തീർക്കാം. എന്തായാലും വറുത്ത് വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മുടെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കണം. ഇങ്ങനെ നൂഡിൽസ് പോലെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം. നമുക്കതൊരു ബിസിനസ് ആക്കിയാലോ? കുറച്ചേരം കഴിയുമ്പോൾ നമ്മുടെ ക്ഷമ കൂട്ടോ. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഞാൻ തീരാറായപ്പോഴത്തേക്കും ഞാൻ ഓക്കെ. അതിന് മുമ്പ് എനിക്ക് ദേഷ്യം വരികയായിരുന്നു ശരിക്കും. അപ്പൊ ശരി ആയി. അങ്ങനെ നമ്മളിത് പൊടിച്ചെടുത്തു. ഇനി അപ്പോഴത്തേക്കും എന്താ പറയാ, വേപ്പിലെല്ലാം ഫ്രൈ ആയതും കൂടി ഇതിനകത്തേക്ക് ഇടാം. ഇനി അത് ഇതിലേക്ക് ഇടാം. ഫ്രൈ ആയി വന്നു ഇടാം ഇതിനകത്തേക്ക്. കുറച്ച് മുളക് പൊടി, കുറച്ച് കായം, പിന്നെയോ പീനട്ട് ഇടില്ല. പീനട്സ് ഞാൻ ഓൾറെഡി ഇത് റോസ്റ്റഡ് വാങ്ങിയോണ്ട് ഇനി ഞാനത് വറക്കില്ല. അത് കഴിക്കാം. കുടിക്കട്ടെ. അങ്ങനെ ഫൈനലി നമ്മുടെ മിക്സർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് സക്സസ് ആവുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണത്. കാരണം എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ്. അപ്പം എനിക്ക് മിക്സർ ഉണ്ടാക്കാൻ പോണവരോട് പറയാനുള്ളത്,
നിങ്ങൾക്ക് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ഉണ്ടാക്കാം. ഞാനിത് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ സമയം എടുത്തെന്ന് തോന്നുന്നു ഇത്ര ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷെ ചിലപ്പം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കായിരിക്കും. എനിക്ക് എന്തായാലും 1 hour എടുത്തു. അപ്പം നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പക്ഷെ ഇതിൽ ഒരുപാടുണ്ടല്ലേ, ഒരു 1 hour കൊണ്ട് ഇത്ര ഉണ്ടാക്കാൻ പറ്റിയില്ലേ. പക്ഷേ ഇതിനധികം ചിലവ് ഭയങ്കര കുറവാണ്. അതായത് കടലമാവിന് ഭയങ്കര പൈസ കുറവാണ് ഇന്ത്യൻ സ്റ്റോറിൽ വാങ്ങുമ്പോൾ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അതിൻ്റെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഭയങ്കര ഈസിയാണ്. ഞാൻ ആർദ്രനെ വിളിക്കുന്നത് ടേസ്റ്റ് ചെയ്യാം. ആർദ്ര ടേസ്റ്റ് ചെയ്യാവാ. റെഡി. വാ. ഓ നൈസ്. നല്ല ഭംഗിയാണ്. ചായ കൂടെ ആയിരുന്നെങ്കിൽ അത് കട്ടൻ ചായ മിക്സറും നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ബിസിനസ് തുടങ്ങിയല്ലോ. ഓണത്തിന് വിൽക്കാൻ നോക്കും. പിന്നെ ഇതുണ്ട് നമ്മുടെ നുറുക്ക് കാണിച്ചോണ്ട്. നുറുക്കിനും ഓ പക്ഷെ നുറുക്കിന് ഒരു മുറുക്കം വന്നില്ല, അങ്ങനെ ഒരു ക്രിസ്പി ആയില്ല. ഒന്ന് കഴിച്ചു നോക്കിയേ. എനിക്ക് ക്ഷമ അപ്പോഴത്തേക്കും. പക്ഷെ ക്രിസ്പി അല്ല. അതിന് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിന്റെ തന്നെ ഇത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ ഞങ്ങള് ചായ ഒക്കെ കൂട്ടി ഇത് കുടിച്ചിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.